മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഈ രണ്ട് ചിത്രവും നമ്മൾ കാണുകയാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വമ്പിച്ച ഓഫറാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ ആഗ്രഹം, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ തേട്ടം അള്ളാഹുവിൻ്റെ സുഖലോലുപതയുടെ സ്വർഗത്തിൽ, ആ സ്വർഗത്തിലൊന്ന് ഇടം പറ്റണം. അതിൽ ചെറുതെങ്കിലും ഒരു സ്ഥലം കിട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്തോഷത്തിൻ്റെ കേദാരമായ സ്വർഗത്തിൽ കുടുംബസമേതം എത്തിപ്പെടണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുന്നു. അതാണ് ഉന്നതമായ വിജയം. വമൻ സുഹ്സിയാനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കേദാരമായ സ്വർഗത്തിൽ എത്തിപ്പെട്ടാൽ അവൻ വിജയിച്ചു. അതാണ് വിജയമെന്ന് പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ആരാണ് ബുദ്ധിമാൻ? ആരാണ് ബുദ്ധിമാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, തൻ്റെ അങ്ങാടിയിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിൽ അവിടെ ഏത് ബിസിനസ്സിനാണ് സ്കോപ്പ് ഉള്ളതെന്ന് മനസ്സിലാക്കി ഷെയർ ക്ഷണിച്ച് നല്ല ബിസിനസ് നടത്തി, നല്ല കച്ചവടം നടത്തി, ദുനിയാവിൻ്റെ വിഷയത്തിൽ മികവുള്ള ഏറ്റവും നല്ല കോഴ്സ് തിരഞ്ഞെടുത്തു, ഏറ്റവും നല്ല ബിസിനസ് തിരഞ്ഞെടുത്തു. ദുനിയാവ് പിന്നെ കെട്ടിപ്പടുക്കുന്നവനാണ്, ദുനിയാവിൻ്റെ വിഷയങ്ങൾ A to Z ശ്രദ്ധിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ഇല്ല, കാരണം ദുനിയാവ് തൊലോം തുച്ഛമാണ്. പ്രിയമുള്ളവരെ, ഈ മുകളിലേക്കെടുത്ത ശ്വാസം താഴേക്ക് വിടാൻ പറ്റാഞ്ഞാൽ കഴിഞ്ഞു എൻ്റെയും നിങ്ങളുടെയും കഥ, അല്ലേ? കഴിഞ്ഞു. ഏത് സമയത്തും നമ്മുടെ മക്കളെ അനാഥകൾ, എത്തിയും കുട്ടിയാണെന്ന് വിളിക്കും. ഏത് സമയത്തും നമ്മളെ മക്കളെ വിളിക്കാം. പ്രിയമുള്ള സഹോദരിമാരെ, നാളെ നമ്മളെ വിധവ എന്ന് വിളിക്കാം, നമ്മളെ വിഭാരിനി എന്ന് വിളിക്കാം. അയാളുടെ 4-5 മക്കളുണ്ട്, ഭാര്യ മരിച്ചുപോയി, അയാൾക്ക് ഇപ്പോൾ 55 വയസ്സാണ്, അല്ലെങ്കിൽ 40 വയസ്സാണ്, 45 വയസ്സാണ്. ഇനിയിപ്പോൾ അയാളത് കെട്ടിക്കേണ്ടതുണ്ട്, കുട്ടികളെ നോക്കാൻ ആളില്ല, അയാൾക്ക് കെട്ടേണ്ടതുണ്ട്, കുട്ടികളെ നോക്കാൻ ആളില്ല എന്നൊക്കെ നമ്മളെ സുഹൃത്തുക്കളെക്കുറിച്ച്, നമ്മളെ ജ്യേഷ്ഠന്മാരെക്കുറിച്ച്, നമുക്ക് അറിയുള്ള ആളുകളെക്കുറിച്ച് പറയുന്നു, അല്ലേ? നമ്മൾ കേൾക്കുന്നു. എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞ മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി. മരണത്തിന് ശേഷമുള്ള ലോകത്തിന് വേണ്ടി പണിയെടുക്കുകയും തൻ്റെ മനസ്സിനെ കീയൊതുക്കി അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒരു ഗ്യാരണ്ടിയുമില്ല. എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് മോളെ കെട്ടിച്ചയച്ചിട്ട് ഞാൻ വരാം എന്ന് പറയാൻ പറ്റുമോ മലക്കുൽ മൗത്തിനോട്? ആ ഷോപ്പും കൂടി ഒന്ന് ഉദ്ഘാടനം ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. വീടൊന്ന് ഹൗസ് വാമിങ് നടക്കാനുണ്ട്, എൻ്റെ പ്രതീക്ഷയായിരുന്നു. ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഈ വീടൊന്നും ഉണ്ടായി കാണാൻ, അതിലൊന്നും അന്തി ഉറങ്ങാൻ പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റൂല. ആർക്കും ഒരു ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് തന്നെ ദുനിയാവ് തൊലോം തുച്ഛമാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയൗമ യഹ്ശുറുഹും കഅല്ലം യൽബതു ഇല്ലാ സഅതം മിനൻ നഹാരി യതആറഫൂന ബൈനഹും. അക്രമികളായ ആളുകൾ നാളെ പിറ്റേന്ന് മഹ്ശറയിൽ വെച്ച് അവർ പരസ്പരം കാണുകയാണ്. പരസ്പരം കാണുന്ന സമയത്ത് യതആറഫൂന ബൈനഹും, അവർ പരസ്പരം തിരിച്ചറിയുന്നുണ്ട്. ഇതെൻ്റെ പിതാവാണ്, എൻ്റെ മാതാവാണ്, എൻ്റെ സുഹൃത്താണ്. നമ്മൾ ഇവിടുന്ന് തിരിച്ചറിയുന്ന പോലെ നമ്മളെ വേണ്ടപ്പെട്ട ആളുകളെ, നമ്മളെ സുഹൃത്തുക്കളെ, അയൽവാസികളൊക്കെ തിരിച്ചറിയുന്നുണ്ട്, കുടുംബക്കാരെ തിരിച്ചറിയുന്നുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരെ തിരിച്ചറിയുന്നുണ്ട്. യതആറഫൂന ബൈനഹും, പണ്ഡിതന്മാരെ പഠിപ്പിച്ചു തരികയാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നു. അവരെ അക്രമികൾ ഇങ്ങനെ സംസാരിക്കുന്നു, എത്രയാണ് നമ്മൾ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയത്? ഇല്ലാ സഅതം മിനൻ നഹാർ. ഒരു രാത്രി, ഒരു പകലിലെ കുറച്ച് സമയം മാത്രമേ നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ. പരലോകത്തിൻ്റെ ദൈർഘ്യവും തീരാത്തറ്റമില്ലാത്തറ്റം കാണാത്ത പരലോകത്തിന് നിന്നിട്ട് തീരുന്നില്ല. ഒരിക്കലും അവസാനിക്കുമെന്ന് പ്രതീക്ഷയില്ല. ആ പരലോകത്ത് അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഖിയാമത്ത് നാൾ കഴിഞ്ഞ് മഹ്ശറ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എത്രയുണ്ട്? ഒന്നില്ലെങ്കിൽ സ്വർഗമാണ്, അല്ലെങ്കിൽ നരകമാണ്. അല്ലാഹു സ്വർഗത്തിൻ്റെ അവകാശികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ തന്നെ അവർ പറയാണ്, ഈ ദുനിയാവിൽ എല്ലാമാണെന്ന് വിചാരിച്ച് അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് ജീവിതം കളറാക്കി വൈബാക്കി അള്ളാഹനെ ഭയപ്പെടാതെ വൃത്തികേടുകൾ കാണിച്ച് വൃത്തികേടുകൾ ചെയ്തു കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിധികളും വിലക്കുകളും ശ്രദ്ധിക്കാതെ ഇബാദത്തുകൾ നിഷ്ഠ പുലർത്താതെ ജീവിച്ച മനുഷ്യന്മാർ, അല്ലേ? ഇതന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ച മനുഷ്യന്മാർ, അവർ അവിടെ എത്തുമ്പോൾ എത്ര നിങ്ങൾ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയത്? സഅതം മിനൻ നഹാർ, ഒരു പകലിലെ അല്പസമയം അതേ കഴിച്ചു കൂട്ടിയിട്ടുള്ളൂ എന്ന് അവരെ മനസ്സിലാക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദുനിയാവ് കഴിഞ്ഞാൽ
വരാനിരിക്കുന്നതാണ് യഥാർത്ഥ ലോകം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ രക്ഷപ്പെടണം, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലാഹു പറഞ്ഞല്ലോ, ഖു അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടണം, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഉഷാറാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഭാര്യ എങ്ങനെയാണ്, എൻ്റെ മക്കൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, സ്വർഗം കരസ്ഥമാക്കാനുള്ള ആ സുലഭമായ നിമിഷങ്ങളാണ് വരാനിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല റമളാനു, അതേ റസൂലുള്ള വിളംബരം നടത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിളിച്ചു പറയാണ്. എന്താ റസൂലുള്ള പറയുന്നത്? അതേ യുബശ്ശിറു അസ്ഹാബഹു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഖദ് ജാഅകും ശഹ്റു റമളാൻ, ഓ സഹാബ, ഇതാ റമളാൻ മാസം നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ഇതാ റമളാൻ മാസം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീത മാസമാണ്, അനുഗ്രഹീതമായ മാസമാണ്. ഇഫ്തറല്ലാഹു അലൈക്കും സിയാമഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അള്ളാഹുവിന് നിങ്ങളോടുള്ള ഇഷ്ടം കാരണം നോമ്പ് പടച്ചറബിന് ഇഷ്ടമുള്ള ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അത് നോൽക്കുന്ന ആളുകൾക്ക്, അത് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് സ്വർഗമാണ് അവർക്ക് പ്രതിഫലമുള്ളത്. യഫ്തഹു അബ്വാബുൽ ജന്ന, യുഫ്തഹു അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ടിരിക്കുന്നു. വയുഗ്ലഖു അബ്വാബുൽ ജഹീം, കത്തിയാളുന്ന നരകത്തിന്റെ കവാടങ്ങളെല്ലാം അടക്കപ്പെട്ടിരിക്കുന്നു. വതുവല്ലു ഫീഹി ശയാത്തീൻ, അപ്പോൾ സംശയമുണ്ടല്ലോ, ശൈത്താന്മാര് നമ്മളെ വഴിതെറ്റിക്കുമല്ലോ, അവർ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമല്ലോ, നമ്മുടെ ഇബാദത്തിൽ നിന്നും തടയുമല്ലോ. ഇല്ല, വലിയ വലിയ പോക്കിരികളായ ശൈത്താന്മാരെല്ലാം ചങ്ങലക്കിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള റമദാൻ മാസം നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, അതിൽ ഒരു ദിവസമുണ്ട്, അതിൽ ഒരു രാത്രിയുണ്ട്, അത് 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠകരമായ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു രാത്രിയാണത്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, അതിൻ്റെ ശ്രേഷ്ഠത ആർക്കെങ്കിലും തടയപ്പെട്ടാൽ മനസ്സിലാക്കിക്കോ, കട്ടായമാണ്, നഷ്ടമാണേ നഷ്ടം. റസൂലുള്ളാഹി പറയാണ്, മൻ ഹുരിമ ഖൈറഹാ, അതിൻ്റെ ഖൈർ, ആ ലൈലത്തുൽ ഖദറിൻ്റെ ഖൈർ ഒരാൾക്ക് തടയപ്പെട്ടാൽ, ഒരാണിന് തടയപ്പെട്ടാൽ, ഒരു പെണ്ണിന് തടയപ്പെട്ടാൽ, അവർ നാശിച്ചു കുത്തുവാളയെടുത്തു, അത് നാശമാണ്, എല്ലാ ഖൈറുകളും അവർക്ക് തടയപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിളിച്ചു പറയണം. നിങ്ങളൊന്ന് മദീന തെരുവൊന്ന് ഇങ്ങനെ കണ്ടോക്കി, റസൂലുള്ളാഹിൻ്റെ പള്ളിയും റസൂലുള്ളാഹിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന തെരുവും നിങ്ങൾ കണ്ടോക്കി. പൊന്നാര പ്രവാചകൻ വിളിച്ചു പറയാണ്, അഹ്ലൻ റമളാൻ നടത്തുകയാണ്, റമളാൻ ഇതാ വന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുക. 70ഉം 700ഉം അതേപോലെ തന്നെ 70,000ഉം കണക്കില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ പ്രഖ്യാപിച്ചിരുന്നു. പുണ്യങ്ങളുടെ പൂക്കാലമാണെന്ന്, പുണ്യങ്ങളുടെ പൂക്കാലമാണ്, എത്രയും വാരിക്കൂട്ടാൻ പറ്റുന്ന സമയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മഗ്ഫിറത്തിന്റെ മാസമാണ്, പാപമോചനത്തിന്റെ മാസമാണ്, സ്വർഗപ്രവേശനത്തിന്റെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നബിയുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ത്വൽഹാ റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ അവരുടെ അടക്കവും അനക്കവും സ്വപ്നവുമെല്ലാം അവർ ഏത് സമയത്തും ചിന്തിച്ചത് സ്വർഗത്തെക്കുറിച്ചാണ്. കേട്ട ഹദീസാണ്, വിശദമായി പറയുന്നില്ല, സമയമില്ല നമുക്ക്. ത്വൽഹാ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. അദ്ദേഹം പരലോകത്ത് സ്വർഗത്തിൻ്റെ വാതിൽക്കൽ അദ്ദേഹത്തിൻ്റെ സമയമായിട്ടില്ല, കാത്തു നിൽക്കുകയാണ്. അപ്പോൾ 2 ആൾക്കാർ, 2 ചെറുപ്പക്കാർ, 2 പേര് മുസ്ലിമായത് വലിയ ഗോത്രക്കാരാണ്. 2 പേര് മുസ്ലിമായത് അദ്ദേഹത്തിന് അറിയാം, ഒരേ സമയത്താണ്. അതിൽ ഒരാൾ ഷഹീദായി മരണപ്പെട്ടു പോയി, മറ്റേ ആൾ സാധാരണ നിലക്ക് മരണം വരിച്ചു. സാധാരണ നിലക്ക് മരണം വരിച്ച ആൾ സ്വർഗത്ത്, ഓരോരുത്തരിങ്ങനെ പോകണം അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തേക്ക് ആദ്യം സാധാരണ നിലക്ക് മരിച്ച ആളെ സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ കൊണ്ട് സ്വർഗത്തിലേക്ക് കയറ്റം കിട്ടി. പിന്നെ എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ്, എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഷഹീദായിട്ടുള്ള ആൾ സ്വർഗത്തിലേക്ക്, അയാൾക്ക് നിങ്ങൾ പോയിക്കോളി എന്ന അനുവാദം കിട്ടുന്നത്. ത്വൽഹാ റളിയല്ലാഹു അൻഹു ഭയങ്കര അത്ഭുതമായി. ഷഹീദിനെ കുറിച്ച് അവരങ്ങനെയല്ലല്ലോ മനസ്സിലാക്കിയത്. ഒരു സഹാബിയുടെ സ്വപ്നം പിന്നെ ദീനിൽ തെളിവല്ല, പ്രവാചകന്മാരുടെ സ്വപ്നം മാത്രമേ ദീനിൽ തെളിവുള്ളൂ. പക്ഷേ അദ്ദേഹം ഇങ്ങനൊരു സ്വപ്നം കണ്ടു എന്നുള്ള നിലയ്ക്ക്, ഒരു മുഅ്മിനിൻ്റെ സ്വപ്നം സാധാരണ സ്വപ്നമല്ല, അത് വഹയിൻ്റെ ചില ഭാഗങ്ങളിൽ പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വഹയിൻ്റെ ചില ഭാഗങ്ങളിൽ പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ചർച്ചയായി. റസൂലുള്ളാഹിൻ്റെ അടുത്ത് എത്തി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫീ അയ്യി ദാലിക തഅജബൂൻ, അല്ല നിങ്ങൾ ഇത്ര അത്ഭുതപ്പെടാൻ എന്തേ? അല്ല റസൂലേ, ഷഹീദായിട്ടുള്ള ആള്, അയാളുടെ മുമ്പ് എത്രയോ വർഷം മുമ്പ് സാധാരണ നിലക്ക് മരിച്ച ആൾ സ്വർഗത്ത് കടന്നല്ലോ. ഷഹീദിൻ്റെ കൂലി ഞങ്ങൾ അങ്ങനെയല്ലല്ലോ മനസ്സിലാക്കിയത്. അള്ളാഹിൻ്റെ കോടതിയിലെ വലിയ വലിയ VIP കളാണല്ലോ,
അവൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതാണോ നിങ്ങളെ പ്രശ്നം? എന്നാൽ അദ്റക റമളാനു. റസൂലുള്ളാഹി പറഞ്ഞു, ഈ ആദ്യം സ്വർഗത്ത് കടന്ന അയാൾ ഷഹീദായതിനു ശേഷം, അഥവാ ഷഹീദായി മരണപ്പെട്ട ആളിന് ശേഷം 1 വർഷം കൂടി സാധാരണ നിലയ്ക്ക് മരിച്ച ആൾ ജീവിച്ചില്ലേ? അത് 1 വർഷം കൂടി ഏറെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അദ്റക റമളാനു. അയാൾക്ക് ഒരു റമളാനും കൂടി വന്നു. വസാമ വസല്ല, അയാൾ നമസ്കരിച്ചു, അതേപോലെ തന്നെ റമളാനിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് സുജൂദുകൾ വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് ഈ ഷഹീദായ മനുഷ്യനേക്കാൾ അബ്അദു മിമ്മാ ബൈന സമായി വൽ അർളി, ആകാശങ്ങൾക്കും ഭൂമികൾക്കും ഇടയിൽ എത്ര അന്തരമുണ്ടോ അത്ര അന്തരം അവർ തമ്മിലുണ്ട് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ പ്രിയമുള്ളവരെ, ഒരു റമളാൻ ജീവിതത്തിൽ കിട്ടിയാൽ ഷഹീദിനേക്കാൾ നേരത്തെ എത്രയോ വർഷം മുമ്പ് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള റമളാൻ, റസൂൽ മിമ്പറിൽ കയറിയല്ലോ, മിമ്പറിൽ കയറിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്റ്റെപ്പ് കയറിയപ്പോൾ ആമീൻ പറഞ്ഞു, മറ്റൊരു സ്റ്റെപ്പ് കയറിയപ്പോൾ ആമീൻ പറഞ്ഞു, മറ്റൊരു സ്റ്റെപ്പ് കയറിയപ്പോൾ ആമീൻ പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇവിടെ ആരാണ് പ്രാർത്ഥിച്ചത്? ആരും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, എന്തെങ്കിലും ആമീൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ എന്ന മലക്ക് എൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് 3 കൂട്ടർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തി. ഒരു വിഭാഗം ആളുകൾ ആരാണ്? റമളാൻ മാസം ജീവിതത്തിൽ കിട്ടിയിട്ട് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാത്തവർ, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമളാൻ തന്നിൽ നിന്നും ഊരിയെടുക്കപ്പെട്ട ആളുകൾ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും എന്നോട് ആമീൻ പറയാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. പിന്നെ 2 കൂട്ടരെ കൂടി ശവപ്രാർത്ഥന നടത്തി. നമ്മുടെ വിഷയമല്ല. നോക്ക് നിങ്ങൾ, ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കുകളുടെ ശ്രേഷ്ഠനാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ ജിബ്രീലിൻ്റെ പ്രാർത്ഥന. ആരാ ആമീൻ പറയുന്നത്? സൃഷ്ടികളുടെ കൂട്ടത്തിൽ അഷ്റഫുൽ വറാ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റമളാൻ ജീവിതത്തിൽ കിട്ടിയിട്ട് ആരാണ് റഹ്മത്തുല്ലിൽ ആലമീനാണ് ശാപപ്രാർത്ഥന നടത്തുന്നത്, ആമീൻ പറയുന്നത്? ഇല്ലേ? ഇത് എൻ്റെ മക്കൾക്ക്, നിങ്ങളുടെ മക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഈ മുത്ത് ഹബീബിൻ്റെ ആമീൻ സഹോദരന്മാരെ ഉണ്ടാകാൻ പാടുണ്ടോ? അല്ലേ? ഇത്ര വലിയ ഓഫർ അല്ല നൽകിയിട്ട് ഈ റമളാനിൻ്റെ രാപ്പകലുകളെ മറ്റുള്ള മാസങ്ങളിലെ രാപ്പകലുകളെ പോലെയാക്കി തള്ളി നീക്കി. സോഷ്യൽ മീഡിയയ്ക്ക് വിശ്രമമില്ല. അപ്പോഴും അവൻ്റെ സ്ക്രീൻ ടൈം നോക്കിയിട്ടുണ്ടെങ്കിൽ 12 മണിക്കൂർ സ്ക്രീനിലാണ്, ദുനിയാവിൻ്റെ ശുഗലുകളിലാണ്, തിരക്കുകളിലാണ്. ജമാഅത്തിനെത്താൻ അവന് സമയമില്ല, വിശുദ്ധ ഖുർആൻ ഒന്ന് ഖത്തം തീർക്കാൻ സമയമില്ല, വാളുകൾ കേൾക്കാൻ അവന് സമയമില്ല, പള്ളിയിലിരിക്കാൻ സമയമില്ല. മറ്റുള്ള മാസങ്ങളെപ്പോലെ തന്നെ റമളാനിൻ്റെ രാപ്പകലുകളെ വെറുതെയാക്കി വൃതാവിലാക്കിയവൻ അവൻ നശിച്ചവനാണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നോമ്പ് കൊണ്ട്, അവൻ്റെ രാത്രി നമസ്കാരം കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല. അവൻ നശിച്ചു കുത്തുപാളയെടുക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിക്കുന്നു. റസൂലുള്ളാഹി ആമീൻ പറയുന്നു. എത്ര ഗൗരവമാണ് പ്രിയമുള്ളവരെ! ഒരു ഷഹീദിനേക്കാൾ വലിയ പദവി ലഭിക്കാൻ കാരണമാകുന്ന ഒരു റമളാൻ കിട്ടിയിട്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കിയവൻ്റെ മനുഷ്യൻ്റെ അവസ്ഥയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നരകം ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റൂല. സ്വർഗത്തിലേക്ക് എത്താൻ പറ്റിയ ഏറ്റവും നല്ല ഗോൾഡൻ ചാൻസാണ് നമ്മുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ട് വിളിക്കുകയാണ്, നന്മ ചെയ്യുന്നവരെ വരൂ, തിന്മ ചെയ്യുന്നവരെ അക്സിർ ഒന്ന് ചുരുക്കി വെക്കൂ. എന്തെല്ലാമാണ് റസൂലുള്ള പഠിപ്പിച്ചത്, എന്തെല്ലാമാണ് അല്ലാഹ് ഇനി ഇതിലപ്പുറം എന്താ പഠിപ്പിക്കേണ്ടത് സഹോദരന്മാർ? മുത്തക്കിങ്ങളാകാൻ വേണ്ടി. കാരണം മുത്തക്കിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ, മുത്തക്കികൾക്ക് മാത്രമാണ് സ്വർഗം ലഭിക്കുന്നത്. ഒരിക്കലും നരകം നമുക്ക് താങ്ങാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമ നഖൂലു ലി ജഹന്നമ ഹലിം തലഅതി വ തഖൂലു ഹൽ മിൻ മസീദ്. നരകത്തിന്റെ ഭീകരത പഠിപ്പിക്കുകയാണ്. നരകത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെയും ജിന്നുകളെയും, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരിൽപ്പെട്ട തോന്നിവാസികളെയും കുഫറിൻ്റെ ആളുകളെയും അതേപോലെ തന്നെ ജിന്നുകളിൽപ്പെട്ട നരകത്തിൻ്റെ വിറകുകളെ മുഴുവൻ ആ നരകത്തിന് തിന്നാൻ കൊടുത്തിട്ട് മലക്കുകളെല്ലാവരും ഇടണോ, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നരകത്തിൽ ഇടേണ്ടവരൊക്കെ മലക്കുകൾ നരകത്ത് കിട്ടു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ജിന്നുകളും അതേപോലെ തന്നെ മനുഷ്യന്മാരും. അതുപോലെ നരകത്തിൻ്റെ വിറകുകളായിട്ടുള്ള കല്ലുകളുണ്ട്. എന്തെല്ലാം അള്ളാഹ് തീരുമാനിച്ചതൊക്കെ ഉണ്ട്. എന്നിട്ട് അള്ളാഹ് ചോദിക്കും, ഹലിം തലയത്ത്, മതിയായോ നരകമേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒത്തഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് ചോദിക്കുന്ന, ആർത്തിരമ്പുന്ന, ആർത്തട്ടഹസിക്കുന്ന നരകത്തിൻ്റെ ചിത്രമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത്ര ഭീകരമായ നരകം. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ സഹോദരന്മാരെ, തഖ്വ കരസ്ഥമാക്കണം. മുത്തക്കികളായ ആളുകൾ മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള്
ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനത്തിലേക്കും അതുപോലെ തന്നെ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടണം. ആർക്കുള്ളതാണ് ആ സ്വർഗം? ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം ആർക്കുള്ളതാണ്? മുത്തഖികൾക്കുള്ളതാണ്. മുത്തഖികൾ മാത്രമേ അതിൽ കയറിപ്പറ്റുകയുള്ളൂ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ. മുത്തഖികളായ ആളുകൾ സ്വർഗീയ ആരാമങ്ങളിലും സ്വർഗത്തിലെ തോട്ടങ്ങളിലുമാണ്. ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. അല്ലാഹു രാജാതിരാജാനായ അല്ലാഹുവിൻ്റെ അടുക്കലാണവർ. ഫീ മഖഅദി സിദ്ഖിൻ, സത്യസന്ധമായ ഇരിപ്പിടങ്ങളിലാണ് അവരുള്ളത്. ഇൻദ മലീകിൻ മുഖ്തദിർ, രാജാതിരാജനായ അല്ലാഹുവിൻ്റെ അടുക്കലുള്ള ഏറ്റവും വിശിഷ്ടങ്ങളായ ഇരിപ്പിടങ്ങളിലാണ് ആ മുത്തഖികളായ ആളുകളുള്ളത്. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വനഹർ. വീണ്ടും പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, തഖ്വ കരസ്ഥമാക്കണം. എങ്ങനെയാണ് തഖ്വ കരസ്ഥമാക്കുന്നത്? നോമ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പഠിപ്പിച്ചത്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകുന്നതിന് വേണ്ടി. നിങ്ങൾ മുത്തഖികളാകുന്നതിന് എന്തിനാ മുത്തഖികളാകുന്നത്? എന്തിനാ പ്രിയമുള്ളവരെ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇബാദത്ത്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ ഈ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യന്മാരും ജിന്നുകളും മനുഷ്യന്മാരും അതേപോലെ തന്നെ കോടാനുകോടി മനുഷ്യന്മാരും ജിന്നുകളും എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഇബാദത്ത് എടുത്തു എന്ന് വിചാരിക്കുക. അള്ളാഹുവിൻ്റെ ഇസ്സത്തിൽ നിന്നും പ്രതാപത്തിൽ നിന്നും ഒന്നും കൂടാനില്ല. എല്ലാവരും ഏറ്റവും വലിയ തോന്നിവാസികളായി എന്ന് വിചാരിക്കുക. അള്ളാഹുവിൻ്റെ പ്രതാപത്തിൽ നിന്നൊന്നും കുറയാനില്ല. പിന്നെ എന്തിനാ ഇബാദത്ത് എടുക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മെച്ചം കിട്ടാൻ നമ്മൾ ഇബാദത്ത് എടുത്തില്ലെങ്കിൽ പടച്ചോനെ അടങ്ങാറാവുമല്ലോ. പടച്ചോൻ നമ്മൾ അതിനാണല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാരും വിചാരിക്കേണ്ട. ഒമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി. ആരെങ്കിലും നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അവർ അവന് വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. അപ്പോൾ സഹോദരന്മാർ, ഈ എല്ലാ ഇബാദത്തിൻ്റെയും അടിസ്ഥാനം എന്താണെന്നറിയോ? തഖ്വയാണ്. നിങ്ങൾക്കറിയോ ഖുർആനിൻ്റെ ഒന്നാമത്തെ കൽപ്പന, ഒന്നാമത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. അതിൽ കൽപ്പനകളൊന്നുമില്ല. പിന്നെ ബഖറ അങ്ങനെ തുടങ്ങി. അങ്ങനെ ബഖറയിൽ ഒന്നാമത്തെ കൽപ്പന തുടങ്ങുകയാണ്. എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ, നിങ്ങൾക്ക് കണ്ണ് നൽകിയ, നിങ്ങൾക്ക് കാത് നൽകിയ, നിങ്ങൾക്ക് ശരീരം നൽകിയ, നിങ്ങൾക്ക് അതേപോലെ തന്നെ നാവ് നൽകിയ, നിങ്ങൾക്ക് സംസാരിക്കാൻ ചുണ്ടും നാവും നൽകിയ, നിങ്ങളുടെ ഹൃദയം നൽകിയ, നിങ്ങളുടെ ഹൃദയം പ്രവർത്തിപ്പിക്കുന്ന, നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിപ്പിക്കുന്ന, നിങ്ങളുടെ കിഡ്നി പ്രവർത്തിപ്പിക്കുന്ന, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഇഞ്ചി ഏരിയകളും പ്രവർത്തിപ്പിക്കുന്ന, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നിങ്ങളുടെ നാഥനുണ്ടല്ലോ. നിങ്ങൾക്കെല്ലാം നൽകിയത് അവനാണ്. നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്നവനാണ്. നിങ്ങളുടെ മുൻഗാമികളെയും അവനാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവനെ മാത്രമാണ് ഇബാദത്ത് എടുക്കേണ്ടത്. അതിനാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കൽപ്പനയാണ് വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ കൽപ്പന. എന്തിനാണ് ആ ഇബാദത്ത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകാൻ വേണ്ടി. എന്തിനാ മുത്തഖികളാണ്? ഇല്ലെങ്കിൽ സ്വർഗത്തേക്ക് അടുപ്പിക്കാൻ പറ്റൂല. സ്വർഗം കിട്ടണം നിങ്ങൾക്ക്, വാപ്പാന്റെ തറവാട്ടിലേക്ക് തിരിച്ചു പോകണം. ആദമിന്റെ ഉമ്മയുടെ ഉപ്പയുടെ തറവാട്ടിലേക്ക് തിരിച്ചു പോകണം. അതിനുള്ള എല്ലാ പണിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പോകണമെന്നാണ് അള്ളാന്റെ താല്പര്യം. പക്ഷേ ഇബാദത്തുകൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പോലെ എല്ലാ ഇബാദത്തിൻ്റെയും അടിത്തറ, അതിൻ്റെ കാമ്പ് എന്നുള്ളത് അത് തഖ്വയാണ്. നിസ്കാരം തഖ്വയാണ്, നോമ്പ് തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ ഇബാദത്തിൻ്റെയും അടിസ്ഥാനം തഖ്വയാണെന്ന് മനസ്സിലാക്കണം. ഈ മുത്തഖികളാണ് സ്വർഗത്തിലുള്ളത്. നോക്കൂ, ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ് മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. മുത്തഖികളായ ആളുകൾക്ക് വേണ്ടി സ്വർഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു, വിദൂരമല്ലാത്ത രീതിയിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് മുത്തഖികളോട് പറയും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത സ്വർഗമാണിത്. മൻ ഖശിയർ റഹ്മാൻ, ആരാണവർ? അള്ളാനെ ഭയപ്പെട്ടു. ബിൽ ഗൈബി, ആരും കാണാനില്ല, വാപ്പ കാണാനില്ല, ഉമ്മ കാണാനില്ല, മാതാപിതാക്കൾ കാണാനില്ല,
മക്കൾ കാണാനില്ല, ഞാൻ എൻ്റെ റൂമിൽ ഒറ്റക്കാണ്, ഞാൻ മറ്റ് ജില്ലക്ക് പുറത്തുള്ള ക്യാമ്പസിലാണ്, അതേപോലെ തന്നെ സംസ്ഥാനത്തിന് പുറത്തുള്ള ക്യാമ്പസാണ്, ആരുമില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, കുടുംബക്കാരില്ല, ആരും കാണൂല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. എന്നാൽ എൻ്റെ റബ്ബ് കാണും, എൻ്റെ റബ്ബ് കാണും. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി, പടച്ച റബ്ബിനെ അദൃശ്യത്താൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം ക്രമീകരിച്ച മനുഷ്യന്മാർ അവരാണ് എന്താ ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? കൃത്യമായി നിസ്കരിക്കലാണോ, നോമ്പനുഷ്ഠിക്കലാണോ? തഖ്വയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹറാമെന്ന് വിട്ടുക്കലാണ്. കാരണം നിസ്കരിക്കാനും നോമ്പ് വെൽക്കാനൊക്കെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും കഴിയും, അതൊന്നും നമ്മളാരും ഒഴിവാക്കലില്ല സഹോദരിമാരെ. പക്ഷെ ഹറാമെന്ന് വിട്ടേക്കണം. ആര് കണ്ടില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട റബ്ബ് കാണുന്നുണ്ടെന്നൊരു ബോധം നമുക്കുണ്ടാകണം. എന്നിട്ട് ഇബാദത്തുകൾ കൊണ്ട് സമ്പുഷ്ടമാക്കണം. അതാണ് തഖ്വ. അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വർഗമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും പ്രധാനപ്പെട്ട രാപ്പകലുകളാണ് നമുക്ക് വരാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ഡിതന്മാർ പറയാണ്, ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ, അല്ലാഹ് തന്നെയാണ് സത്യം, കബറാളികളോട് നിങ്ങളൊരു ആഗ്രഹം പറയൂ എന്ന് പറഞ്ഞാൽ, കബറാളികളോട് പറയാം, അല്ലാഹ് ഒരു ഓഫർ കൊടുക്കുകയാണ്, നിങ്ങളൊരു ആഗ്രഹം പറയൂ, നിങ്ങളെല്ലാവരും ഖബറിന്ന് എണീറ്റിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സംഗതി ഞാൻ ചെയ്തു തരാം, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് കബറാളികളോട് ചോദിച്ചാൽ കബറാളികൾ പറയും, ലതമന്നൗ യൗമൻ മിൻ റമളാന, റമളാനിൽ ഒരു ദിവസം ഞങ്ങൾക്ക് തരുമോന്ന് അവർ ചോദിക്കുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. മണ്ണിൻ്റെ താഴെ കിടക്കുന്ന ആളുകൾ, ചലനമറ്റ് കിടക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു റമളാനിൽ ഒരു ദിവസം. മണ്ണിൻ്റെ മുകളിൽ പാറി നടക്കുന്ന നമ്മൾ ഈ റമളാനിലെ എത്രയോ ദിവസങ്ങൾ പാഴാക്കി കളയുകയും ചെയ്യുന്നു. കാരണം ഓൽക്കത് മനസ്സിലായി, ഒരു ദിവസം പടച്ചോനെ റമളാനിൽ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടുമെന്നാ ഓല് ചോദിക്കുക, കബറാളികൾ ചോദിക്കുമെന്നാണ്. പക്ഷേ നമ്മൾ മുകളിലൂടെ നടക്കുകയാണ്, മണ്ണിൻ്റെ താഴെ എത്തിയിട്ടില്ല. ഇനി നമ്മളത് ആഗ്രഹിക്കും. എപ്പോൾ? മണ്ണിൻ്റെ താഴെ എത്തിയിട്ട്. ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഓഫർ നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ട്. ഇനി റമളാനിൽ ജീവിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റമളാനിൻ്റെ രാവും പകലും എത്രയാണ് അതിൻ്റെ പ്രതിഫലം, എത്രയാണ് അതിൻ്റെ മഹത്വം എന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കറിയാം എന്ന് പണ്ഡിതന്മാരായ ആളുകൾ പഠിപ്പിച്ചു തരികയാണ്. ഇന്ന ഗായത ഉംനിയത്തിൽ മൗതാ ഫീ ഖുബൂരിഹിം ഹയാത്തു സാഅത്തിൻ യസ്തദ്രികൂന ഫീഹിം മാ ഫാതഹും മിൻ തൗബത്തിൻ വഅമലിൻ സാലിഹ്. അതേ, ഖബറിൽ കിടക്കുന്ന ആളുകൾ അവർ ആഗ്രഹിക്കുകയാണ് ഒരു തൗബ ചെയ്യാൻ, ഒരു അമൽ സാലിഹാത്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ഖബറിന്റെ മുകളിൽ ജീവിക്കുന്ന ആളുകൾ യുഫരിതൂന ഫീ ഹയാതിഹിം ഫതദ്ഹബു അഅമാറുഹും ഫീ ഗഫ്ലത്തിൻ വലയാ. ഖബറിന്റെ മുകളിലുള്ള ആളുകൾ, ഈ പറയുന്ന നമ്മൾ ജീവനുള്ള ആളുകൾ, അവർ ഗഫ്ലത്തിലും അതേപോലെ തന്നെ അശ്രദ്ധവാന്മാരായിക്കൊണ്ട് അവരുടെ ആയുസ്സുകൾ തള്ളി നീക്കുകയും ചെയ്യുന്നു എന്ന് ഇവിടെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരായത്ത് ഏറെ ചൊല്ലാൻ കിട്ടിയിരുന്നിരുന്ന് അവരാഗ്രഹിക്കുന്നത് ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ റമളാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങി പുറപ്പെടണം, ശരിക്കും പഠിക്കണം. റമളാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് പഠിക്കണം. കാരണം പഠിച്ചുകൊണ്ട് റമളാനിലേക്ക് ഇറങ്ങുന്നവനും പഠിക്കാത്തവനും ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെ ആവുകയില്ല എന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി നമുക്ക് ആയുസ്സുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മളെ കൂട്ടത്തിൽ കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ നോമ്പനുഷ്ഠിച്ച ആളുകൾ നമ്മുടെ കൂടെ ഇല്ല, അവർ അവരുടെ വീടങ്ങളിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ കൂടെ നോമ്പനുഷ്ഠിച്ച ആളുകൾ, തറാവീഹിന് നമ്മുടെ കൂടെ സ്വപ്പ് കെട്ടിയിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ നമ്മുടെ കൂടെ റമളാനിൽ ഇഫ്താർ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ, ദഅവാ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മളെ സുഹൃത്തുക്കൾ, ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, അയൽവാസികൾ, കുടുംബക്കാർ ഇന്ന് നമ്മുടെ കൂടെയില്ല. എത്ര ആളുകൾ ഒന്നിങ്ങനെ മനോമുഖരത്തിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ പ്രിയമുള്ളവർ. അവരെ അള്ളാഹു നേരത്തെ തിരിച്ചു വിളിച്ച് നമ്മളെ കൊണ്ടുപോയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഭാഗ്യമാണ്. ഇനിയും നമുക്ക് റമളാൻ തരാൻ, ഇനിയും നമുക്ക് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഈ റമളാൻ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് തീരുമാനങ്ങൾ എടുക്കണം, നിയ്യത്ത് വെക്കണം. ഏതിനും സഹോദരന്മാരെ, നമ്മൾ കുറച്ച് ഒരു ടൈം ടേബിളും ചാർട്ടും അതേപോലെ തന്നെ ഒരു ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒരു പരീക്ഷയെ നേരിടാനിരിക്കുന്ന വിദ്യാർത്ഥി അത് കൃത്യമായൊരു ടൈം ടേബിൾ വെച്ചിട്ട് അത് ശരിക്കും ഫോളോ ചെയ്ത് വിദ്യാർത്ഥിയും അതെല്ലാം അലംഭാവത്തോടുകൂടി അങ്ങനെയാണ് പഠിക്കുക. കുറേയൊക്കെ പഠിക്കണം, പരീക്ഷൻ്റെ വരട്ടെ അപ്പണ്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ള നിലക്ക് ഉദ്ദേശിക്കുന്ന ആ നിലക്ക് പരീക്ഷയെ നോക്കിക്കാണുന്ന വിദ്യാർത്ഥിയും രണ്ടാണ്. ചില ആൾക്കാരെങ്ങനെ
റമദാൻ അങ്ങോട്ട് വരട്ടെ, അപ്പം അങ്ങോട്ട് ഖുർആൻ അങ്ങോട്ട് ഓതി തുടങ്ങാം. അല്ല, ഖുർആൻ ഓതി തുടങ്ങേണ്ട മാസം ഇതാണ്. ഷാബാൻ എന്ന മാസം ഖുർആന്റെ മാസമാണ്. ഷാബാൻ എന്ന മാസം പണ്ഡിതന്മാരെ കുറിച്ച് പറയാണ്, അവർ മുസ്ഹഫിലേക്ക് അവർ മുഖം കുത്തി വീണ് കഴിഞ്ഞു ഷാബാൻ എന്ന മാസത്തിൽ. റമദാനായിട്ട് നോമ്പ് തുടങ്ങാം. അല്ല, നോമ്പ് നോൽക്കാൻ തുടങ്ങപ്പെടുന്നതാണ്. ഈ ഷാബാൻ എന്ന മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കില്ലാതെ നോമ്പ് അനുഷ്ഠിച്ചു. കാരണം എന്തേ? റമദാനിലേക്കുള്ള ഒരുക്കമാണ്. അപ്പോൾ റമദാനിലേക്കുള്ള ഒരുക്കം നമ്മൾ നടത്തണം. ശരീരം കൊണ്ടും ഒരുങ്ങണം, മനസ്സുകൊണ്ടും ഒരുങ്ങണം. നമ്മളെ വീടും അതേപോലെ തന്നെ പരിസരമൊക്കെ ഒരുക്കണം. പണ്ടൊക്കെ നല്ല നനച്ചുകുളിയൊക്കെ ഉണ്ടായിരുന്നു, നനച്ചുകുളി ഓവറായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, ആർക്കും സമയമില്ല, എല്ലാവർക്കും തിരക്കാണ്, തോണ്ടേണ്ട തിരക്കാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ട് ചെയ്തു കൂട്ടി. എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ നല്ല നനച്ചുകുളിയും അതുപോലെ തന്നെ എല്ലാം വീടും പരിസരമൊക്കെ വൃത്തിയാക്കുമ്പോൾ ഞമ്മക്കെന്നെ തോന്നും ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരാനിരിക്കുകയാണ്. അത് അപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടും കൂടി ഒന്ന് ഒരുങ്ങലും കൂടിയാണത്. എല്ലാം വൃത്തിയാക്കണം, മനസ്സിനെ വൃത്തിയാക്കണം, ശരീരത്തെ വൃത്തിയാക്കണം, നീയത്ത് വെക്കണം. ഈ നീയത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നീയത്ത് വെക്കുക പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യന് നീയത്തിനെ കൊണ്ട് കിട്ടുന്ന ഈ കൂലി എത്രയാണെന്നറിയോ? ഒരു പണിയെടുക്കണ്ട, നീയത്ത് കൊണ്ട് കൂലി ഉണ്ടാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യൻ മൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമൽഹാ കുതിബ ലഹു ഹസന. ഒരു മനുഷ്യൻ നീയത്ത് വെച്ചു, ഒരു നന്മ ചെയ്യണമെന്ന് നീയത്ത് വെച്ചു, ഞാൻ റമളാനിൽ ഒരു ജമാഅത്തും നഷ്ടപ്പെടുത്തൂല എന്ന് നമ്മൾ നീയത്ത് വെച്ചു. റമളാനിൽ എൻ്റെ ഒരു തറാവീഹും നഷ്ടപ്പെടില്ല. റമളാനിൽ നോമ്പ് തുറന്നിട്ട് എന്നിട്ട് തിന്നതിൻ്റെ മുകളിൽ പിന്നെയും തിന്നിട്ട് മഗ്രിബന്നെ എങ്ങനെയൊക്കെയാണ് നിസ്കരിച്ചതാ. പിന്നെ ഇശാ ആയപ്പോത്തിന് ഏകദേശം പാമ്പ് ഇരവണിങ്ങമായി ഇങ്ങോട്ട് പൊന്തണില്ല. എന്നിട്ട് ഇശാ പിന്നെ നിർബന്ധമായതല്ല, അപ്പോൾ നിസ്കരിച്ചാണ്ട് തീർത്തിക്കാണ്. പിന്നെ ഇങ്ങനെ അയാൾ തറാവീഹ് നിസ്കരിക്കുക. തിന്നലിൻ്റെ മാസമാണ് പല ആളുകൾക്കും പാചകറാണികളുടെ റെസിപ്പി നോക്കിയിട്ട് യൂട്യൂബത്തികളുടെ റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ഐറ്റംസ് ഉണ്ടാക്കണ മാസമാണ്. എന്നിട്ട് ഓരോ ദിവസത്തിലും ഓരോരോ ഐറ്റംസാണ്, കരിച്ചതും പൊരിച്ചതും. എന്നിട്ട് നമ്മുടെ സഹോദരിമാർക്ക് അസറിന് ശേഷം ഒന്ന് ദിക്ർ ചെല്ലാൻ നേരമില്ല, നിസ്കാരത്തിന് ശേഷം ദിക്റെല്ലാം നേരമില്ല, അദ്കാറുൽ മസാ ചെല്ലാൻ നേരമില്ല. എന്താണ്? ഉണ്ടാക്കുന്ന തിരക്കാണ്, കരിച്ചയും പൊരിച്ചും ഉണ്ടാക്കുന്ന തിരക്ക്. ഉണ്ടാക്കണ്ടെന്നൊന്നുമല്ല നമ്മൾ പറയണത്. നല്ല നിലക്ക് നോമ്പ് വെൽക്കാനും അതുപോലെ തന്നെ വിഭവങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന പണിയാണ്. പക്ഷേ അത് തലമറന്ന് എണ്ണയാക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നമ്മുടെ ഇബാദത്തുകൾക്കാണ് മുഖ്യം. എന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ തിന്ന് വലിച്ചു കയറ്റിയിട്ട് നമുക്ക് തറാവീഹ് നിസ്കരിക്കാൻ കഴിയണില്ല. ക്ഷീണമാണ്, നോമ്പിൻ്റെ ക്ഷീണമുണ്ട്, പിന്നെ ഇതെല്ലാം കൂടി തിന്ന ക്ഷീണമാണ്. എത്രയാണ് നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, ഒരു തറാവീഹും എനിക്ക് നഷ്ടപ്പെടൂല. ചില പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ അഥവാ 11 നിസ്കരിക്കണം എന്നൊക്കെ തീരുമാനിക്കും, പക്ഷേ കഴിയണില്ല. എന്ത്? പിന്നെ അത് 11 തീരുമാനിക്കും, നിസ്കാരമാണ് തുടങ്ങുമ്പോൾ പിന്നെ 7 ചുരുക്കല്ല. മൗലവല്ല പറഞ്ഞ് 11 ആക്കാം, 9 ആക്കാം, 7 ആക്കാം. പിന്നെ 7 നിസ്കാരത്തിൽ ഇങ്ങനെ 7 എന്നൊരു നെയ്യത്തൊന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം പോയപ്പോൾ അപ്പോൾ 5 നിർത്താലോ, ഇനിയിപ്പോൾ നാളെയും ഫുള്ള് നിസ്കരിക്കാലോ. അങ്ങനെ പിന്നെ 5 അത് 3 ആയി. പിന്നെ ഇങ്ങനെ 3 തന്നെ. നമ്മുടെയൊക്കെ അനുഭവം ഞാൻ പറയുന്നത്. എന്ത്? കഴിയണില്ല. തിന്നിട്ട് ഓവറായിട്ട് തിന്നലിൻ്റെ മാസമല്ലല്ലോ സഹോദരന്മാരെ. അപ്പോൾ നമുക്ക് സഹോദരിമാരെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം, നമ്മൾ ഹസനത്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വല്ലാത്തൊരു ഹദീസുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ദുനിയാവിൽ 4 വിഭാഗം ആളുകളെ കാണാൻ സാധിക്കും. അബ്ദിൻ റസഖഹുല്ലാഹു മാലൻ വ ഇൽമൻ ഫഹുവ യത്തഖി ഫീഹി റബ്ബഹു. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം പോലെ സമ്പത്ത് കൊടുത്തു. ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെയാണ് ചെലവാക്കേണ്ടതെന്നും അള്ളാഹു പഠിപ്പിച്ചെടുത്തു. എന്നിട്ട് അയാൾ അള്ളാഹിൻ്റെ തൃപ്തിക്കനുസരിച്ച് കോടാനുകോടി സമ്പത്ത് ചെലവാക്കി. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത വേറൊരു മനുഷ്യൻ, അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമ കൊടുത്തിട്ടുണ്ട്, മാല് കൊടുത്തിട്ടില്ല, സമ്പത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇയാൾ ആഗ്രഹിക്കുകയാണ്, പടച്ചോനെ അയാളെപ്പോലെ എനിക്കും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാനും അതുപോലെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമായിരുന്നു എന്ന് ഇയാൾ ആഗ്രഹിക്കണം. അയാൾക്ക് സമ്പത്തില്ല, അയാൾക്ക് എന്തേ ഉള്ളൂ? ഇൽമേ ഉള്ളൂ. അള്ളാഹിൻ്റെ മാർഗത്തിൽ എങ്ങനെയാണ് ചെലവാക്കേണ്ടതെന്ന് അയാൾക്കറിയാം, പക്ഷേ അയാൾക്ക് സമ്പത്തില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതേ ഈ 2 മനുഷ്യന്മാരും പ്രതിഫലത്തിൽ ഫഅജ്റുഹുമാ സവാഉൻ. എങ്ങനെ? അള്ളാഹിൻ്റെ മാർഗത്തിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത മനുഷ്യനും പടച്ചോനെ എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതുപോലെ കൊടുക്കുമായിരുന്നു എന്ന് നിയ്യത്ത് വെച്ച മനുഷ്യനും ആഗ്രഹിച്ച മനുഷ്യനും ഫഅജ്റുഹുമാ സവാഉൻ. ആരാ പറയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്. 2 കൂലിയും ഒരുപോലെയാണ്. എങ്ങനെ അയാളുടെ കൂലി ഇയാൾക്ക് കിട്ടിയത്? അയാളുടെ നീയത്താണ്. ഹദീസ് ദീർഘമായ ഹദീസാണ്, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അത് സ്കിപ്പ് ചെയ്യാണ്. ഇതേപോലെ തന്നെ അള്ളാഹു സമ്പത്ത് നൽകിയിട്ട്
സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു വന്നത്, നല്ല നെയ്യത്തുണ്ടെങ്കിൽ അള്ളാഹു ആ നെയ്യത്തിന് കർമ്മങ്ങൾ ചെയ്ത പോലെ തന്നെ പ്രതിഫലം നൽകും എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. ഇതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയ സമ്പത്ത് കൊണ്ട് ഹറാമുകൾ ചെയ്തു കൂട്ടിയ മനുഷ്യൻ, അതുപോലെ സമ്പത്തില്ലാത്ത ചില പോയത്തക്കാരായ ആളുകൾ, ഞങ്ങൾക്കും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആകാമായിരുന്നു എന്ന് വിചാരിച്ച ഇവർക്ക് മറ്റുള്ള ആളുകൾ ചെയ്ത പോലെ തന്നെയുള്ള പാപഭാരം വിസറുഹുമാ സവാ, രണ്ട് കൂട്ടർക്കും ഒരുപോലെയാണ്. ഖാറൂനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞു, യാ ലൈതലന മിസ്ലമ ഊതിയ ഖാറൂൻ, പടച്ചോനെ ഖാറൂനെ പോലെ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചല്ലോ. അപ്പം നീയത്ത്, പ്രിയമുള്ള സഹോദരികളെ സഹോദരിമാരെ, നല്ല നീയത്ത് വെക്കണം റമദാനിലേക്ക് ഇറങ്ങുമ്പോൾ. എന്തൊക്കെയാണ്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, റമദാനിലെ പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നോമ്പും നമസ്കാരവുമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വക്ത് നമസ്കാരവും എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടില്ല എന്ന് ആണുങ്ങൾ തീരുമാനിക്കണം. ഒരു വക്ത് നമസ്കാരവും തെറ്റൂല എന്നുള്ളത് പെണ്ണുങ്ങളും ആണുങ്ങളും തീരുമാനിക്കണം. എൻ്റെ നമസ്കാരം കൃത്യമായിരിക്കും. നമ്മൾ നമസ്കാരത്തിൻ്റെ ക്ലാസ് കൂടെ എടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയായിട്ടുള്ള ഇബാദത്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. അതില്ലെങ്കിൽ കാഫിറാണ്. ഈ ഒരു നമസ്കാരത്തിൻ്റെ കൂടെയുള്ള ഒരു റവാത്തിബ് സുന്നത്തും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പം എന്താവും? ളുഹറിന് നേരത്തെ പള്ളിയിലെത്തും. ഇല്ലെങ്കിലോ ളുഹറിന് 4 റക്അത്ത് മുമ്പ് സുന്നത്തുണ്ടല്ലോ, അത് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴത്തേന് ഇഖാമത്ത് കൊടുക്കുക. അതിന് നേരത്തെ പള്ളിയിലെത്തണം. 12 റക്അത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റവാത്തിബുകളുണ്ട്. അതിലപ്പുറവും റവാത്തിബ് ഒന്നും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് തീരുമാനിക്കണം. നമസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് തീരുമാനിക്കുക, ഉറപ്പിച്ച്. ഒന്നാമത്തെ നോമ്പ് മുതൽ നമ്മൾ അതിനുള്ള പണിയെടുക്കണം. അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, പടച്ചോനെ ഞാൻ ഈ തീരുമാനിച്ച പ്രകാരം എനിക്ക് നടത്താനുള്ള തൗഫീഖ്. ഇതാണ് റമദാൻ വെച്ചിട്ട് എന്ത് ഏറെ ഒരു ഇബാദത്തുണ്ട്? ഏറെ ഒരു ഇബാദത്ത് റമദാനിലുള്ള നിങ്ങൾ പറഞ്ഞേരി. റമദാൻ മാസത്തിൽ ഏറെ ചെയ്യുന്ന മറ്റുള്ള മാസങ്ങളിൽ ചെയ്യാത്ത ഒരു ഇബാദത്ത് ഒന്നുമില്ല. നോമ്പ് മറ്റുള്ള മാസങ്ങളിലേ. ഇപ്പം ഈ മാസം നോമ്പില്ലേ? ഏതും ഷവ്വാലിന് നോമ്പില്ലേ? നിസ്കാരം എല്ലാ മാസവും ഇല്ലേ? ദാനധർമ്മം സക്കാത്ത് എല്ലാ മാസവും ഇല്ലേ? ഉണ്ട്. അപ്പോൾ റമദാനിൽ ചെയ്യുന്ന എന്താ വെച്ചാൽ ഉള്ള ഇബാദത്തുകൾ പെർഫെക്റ്റായി കൊടുക്കുക എന്നുള്ളതാണ്, പരിപൂർണമാക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത് ചെയ്യുക. രണ്ടാമത്, ഒരു കേടുപാടും ഇല്ലാത്ത നോമ്പാണ് ഞാൻ നോക്കുക. നോമ്പ് നോറ്റിട്ട് റീൽസും മ്യൂസിക്കും കാണുക, എന്ത് നോമ്പാണെന്ന്? നോമ്പ് നോറ്റിട്ട് ഹറാമുകൾ കാണുക, മോശപ്പെട്ടത് പറയുക, വൃത്തികേട് കാണുക, ആസ്വദിക്കുക. ഇന്നിപ്പോൾ അതൊരു പ്രശ്നമില്ലാതായി. നോമ്പ് നോറ്റിട്ട് സമയം പോകുന്നതിന് വേണ്ടി റീൽസുകൾ കാണുക, അതേപോലെ തന്നെ യൂട്യൂബർമാരുടെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ കാണുക. അത് പിന്നെ സിനിമ അല്ല എന്നാണ് വിചാരം. സിനിമ ഒന്നിപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ആയി മാറിക്കഴിഞ്ഞു അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. പണ്ടൊക്കെ സിനിമ കാണാൻ ഇന്ന് പാപ്പി ഇമ്മി മക്കൾ എല്ലാവരും കൂടി ഇരുന്നാണ് കാണുന്നത്. ഇതൊക്കെ തന്നെയാണല്ലോ. അതൊക്കെ നോമ്പിനെ തകർക്കുന്നുള്ളിൽ വേറെ സംശയത്തിന് നിൽക്കണ്ട. ലാ ശക്ക ഫീ, അതിൽ സംശയമില്ല. കണ്ണുകൊണ്ട് ഹറാമ് കാണുക, കേൾക്കുക, കാതുകൊണ്ട് കേൾക്കുക, ഹറാമ് ചിന്തിക്കുക, ഹറാമ് പ്രവർത്തിക്കുക, വൃത്തികേടുകൾ കാണുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആവശ്യമില്ലാത്ത ഇതൊക്കെ നമ്മുടെ നോമ്പിനെ തകർക്കുക. കാരണം എന്താ അറിയോ? നോമ്പിന് തുല്യൻ നോമ്പ് മാത്രമേ ഉള്ളൂ. നോമ്പിനേക്കാൾ ആ നിലയ്ക്ക് ഒരു മികച്ച ഇബാദത്തില്ല. റസൂലുള്ളാഹിനോട് ഒരു സഹാബി ഒന്ന് അടിവരട്ട് മനസ്സിലായിക്കോളി. റസൂലുള്ളാഹിനോട് ഒരു സഹാബി എന്ന് ചോദിച്ചു, റസൂലെ അയ്യുൽ അമലി അഫ്ദൽ, ഏറ്റവും അഫ്ദലായ ഒരു അമൽ എനിക്ക് പറഞ്ഞുതരി. റസൂലുള്ളാഹി പറഞ്ഞു, അലൈക ബിസ്സൗം, നോമ്പ് നോറ്റോ. ഫഇന്നഹു ലാ ഇദല ലഹു, അതിന് തുല്യമായി വേറെ ആരുമില്ല. കാരണം അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി എടുക്കുകയാണ്. അത് സാധാരണ നോമ്പ്. അപ്പോൾ റമദാനിലാണെങ്കിലോ അതിൻ്റെ ലെവല് വേറെയാണ്. ഈ റമദാനിലെ ഈ നോമ്പാണ് നോമ്പ് നോറ്റിട്ട് എത്രയോ മുസ്ലിം സഹോദരിമാർ തലമറക്കാതെ മാറുമറക്കാതെ റമദാൻ മാസത്തിലാണെങ്കിലും അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചു. ഓൻ്റെ ക്ലാസ്മേറ്റ്സ് അല്ലേ, ഓളെ ക്ലാസ്മേറ്റ്സ് അല്ലേ, കൂടെ വർക്ക് ചെയ്യണ ആളല്ലേ, കൂടെ ജോലി ചെയ്യണ ടീച്ചറല്ലേ, മാഷല്ലേ. എന്ത് നോമ്പാണത്? എന്ത് നോമ്പാ പ്രിയമുള്ളവരെ? അതുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ നിയന്ത്രിക്കും, എൻ്റെ കാതുകളെയും കണ്ണുകളെയും നിയന്ത്രിക്കും, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കും. കാരണം അതിന് ഒരു പകരം വെക്കാനില്ലാത്ത ഇബാദത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് പറഞ്ഞു, എൻ്റെ ആദമിൻ്റെ മക്കളുടെ കുല്ലു അമലി ആദമ ലഹു ഹസന ബിഅശരി അംസാരിഹ,
അഥവാ ആദമിൻ്റെ മക്കൾ ഏതൊരു പ്രവർത്തനം ചെയ്താലും അതിന് പുണ്യമുണ്ട്, 10 ഇരട്ടിയാണ് പുണ്യം. അതേപോലെ തന്നെ 70,000 700 ഇരട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾ കൊടുക്കും. അതിൻ്റെ അപ്പുറം അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾ കൊടുക്കും. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു ഇല്ല സൗം ഇല്ല സിയാം, നോമ്പിന് അങ്ങനെയല്ല. നോമ്പിന് അങ്ങനെയല്ല. എന്ത് നോമ്പ് ആദമിൻ്റെ മോൻ്റെ അല്ലേ? നോമ്പ് എന്ന് പറഞ്ഞാൽ ഇബാദത്തല്ലേ? എല്ലാ ഇബാദത്തും അങ്ങനെയാണ്. നോമ്പ് അള്ളാഹ് പറയണേ ഫഇന്നഹു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. എൻ്റെ ബാക്കിയുള്ളതൊന്നും അള്ളാഹ്ക്കുള്ളതല്ലേ? അള്ളാഹ്ക്കുള്ളതാണ്. പക്ഷെ നോമ്പിൻ്റെ സ്ഥാനമാണ്. നമുക്കൊരു 5 കുട്ടികളുണ്ട്. ഒരു കുട്ടി വളരെ ഉഷാറാണ്, പഠിക്കാനും മിടുക്കനാണ്, കുടുംബത്തിലും മിടുക്കനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, നാട്ടുകാർക്ക് ഇഷ്ടമാണ്, വളരെ കാലിബറുള്ള ആളാണ്, ദീനിയായി നടക്കുന്ന കുട്ടിയാണ്, പടച്ചോനെ പേടിയുള്ള കുട്ടിയാണ്. അവനൊരു മികച്ച വിജയം നേടിയപ്പോൾ നമ്മൾ പറയും എൻ്റെ കുട്ടിയാണ്, ബാക്കി 4 നിങ്ങളതല്ലേ? എന്താ പറഞ്ഞത്? അതാണ് അതിൻ്റെ മെച്ചം. എൻ്റെ കുട്ടിയാണ്. അള്ളാഹ് പറയണം നോമ്പ് എൻ്റെതാണ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക. ബാക്കിയുള്ളതിനോ അള്ളാഹ് തന്നെയാണ്. അതാണ് നോമ്പ്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് വെറുതാക്കാൻ പാടില്ല. ഈ നോമ്പ് പട്ടിണിയാകാൻ പാടില്ല. ഈ നോമ്പ് ദാഹമാകാൻ പാടില്ല. അവിടെ നമ്മൾ ആലോചിക്കണം. കാരണം അള്ളാഹ് പറയാണ് എനിക്കും വേണ്ടിയിട്ടാണ് അവൻ്റെ ഷഹവാത്തുകൾ, മനസ്സിൻ്റെ ഇച്ഛകളെ, മനസ്സിൻ്റെ തോന്നലുകളെ, മനസ്സിൻ്റെ താല്പര്യങ്ങൾ അവൻ ഒഴിവാക്കിയത്. എനിക്ക് വേണ്ടിയാണ് അവൻ പട്ടിണി കിടക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് അവൻ ദാഹം സഹിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക. അങ്ങനെയാകണം നമ്മുടെ നോമ്പ്. വീണ്ടും പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ഒരടിമ നോമ്പ് അനുഷ്ഠിച്ചു. റമളാനിലെ നോമ്പല്ലേ, റമളാൻ അല്ലാത്ത നോമ്പന്നെ. അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി പറയണേ 70 വർഷത്തെ വഴിദൂരം അയാളും നരകവും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവുന്ന. അപ്പോൾ റമളാനിലെ നോമ്പോ? ഇങ്ങനത്തെ നോമ്പാണ് റമളാനിലെ നോമ്പ്. എന്നിട്ട് അവൻ്റെ പാപം പൂർത്തിയില്ലെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാപപ്രാർത്ഥനയ്ക്ക് ആമീൻ പറയായിരിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് ഇറങ്ങണം. ഇത് പഠിക്കാത്ത, ഈ അഹൽ റമളാനിന് വരാത്ത ആൾക്കാരും അതേപോലെ തന്നെ ഇത് കേൾക്കാത്ത ആൾക്കാരും ദീന് പഠിക്കാത്ത ആൾക്കാരും നോമ്പിലേക്ക് ഇറങ്ങുന്നതും നമ്മൾ നോമ്പിലേക്ക് ഇറങ്ങുന്നതും വ്യത്യാസം ഉണ്ടാകുന്നു. എത്ര ആൾക്കാരുണ്ട് ഇവിടെ? എത്ര ആൾക്കാരുള്ളത്? നമ്മളെ പല ആളുകളും ഇതിലേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പോൾ കേട്ട് പഠിച്ച് എൻ്റെ സ്വർഗത്തിന് വേണ്ടിയുള്ളതാണ്. ഒരു ഏശാമാരിപ്പിൻ്റെ അടി ഞാൻ ഇവിടെ വരണം, ഇത് കേൾക്കണം. എത്രയോ ആളുകളോടുണ്ട് അൽഹംദുലില്ലാഹ്, നമ്മളിത് കേട്ട് പഠിക്കാൻ വേണ്ടി വന്നവരാണ്. ഈ ഒരു നിയ്യത്തോടു കൂടി ഇറങ്ങുകയാണ്. അങ്ങനെ നോമ്പായിരിക്കണം നമ്മൾ തീരുമാനിക്കണം. അതേപോലെ തന്നെ ഒരു സുന്നത്ത് നമസ്കാരം ഞാൻ പറഞ്ഞു നഷ്ടപ്പെടില്ല തീരുമാനിക്കണം. ഒരു തറാവീഹ് എനിക്ക് നഷ്ടപ്പെടില്ല തീരുമാനിക്കണം. 11 റക്അത്ത് തറാവീഹ് ഞാൻ എല്ലാ ദിവസവും ഊർജത്തോടു കൂടി നിസ്കരിക്കും. കോട്ടുവാട്ട് ഉറങ്ങി തൂങ്ങി ഇടങ്ങാറായി നിസ്കരിക്കല്ല, ഊർജത്തോടു കൂടി. നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാനെ ഓർക്കാനുള്ളതാണ്. അങ്ങനെ ഓർക്കുന്ന രീതിയിലാണ് നിസ്കരിക്കും. നമ്മൾ തീരുമാനിക്കണം. ഞാൻ ഖത്തം തീർക്കും. 2, 3, 4, 5, 10, 15 ഖത്തം തീർക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കും എന്താ 15 ഖത്തൊക്കെ തീർക്കോ, നിങ്ങൾ എന്താ പിന്നെ ഉസ്താദെ അങ്ങനെയാണ് പറയാൻ പറ്റുമോ? ഒരു റമദാനിൽ 15 ഖത്തം തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കും. 15 ഖത്തം സുന്ദരമായി തീർക്കുക, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ജാമിഅ അൽ-ഹിന്ദിൽ ഖുർആൻ ഹിഫ്ളാക്കി ഒക്കെ കഴിഞ്ഞ അവസാനത്തെ ഹാഫിളായി പ്രഖ്യാപിക്കുന്ന ദിവസം അവനൊരു ടാസ്ക് ഉണ്ട്. എന്താ ടാസ്ക് പറഞ്ഞോ? അവൻ സുബഹി നമസ്കാരം മുതൽ അവൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ ഓതി തുടങ്ങും. എന്നിട്ട് ഒറ്റ ഇരിപ്പിൽ ഭക്ഷണത്തിന് എണീക്കും, മൂത്രയിക്കാനും ടോയ്ലറ്റ് പോകാനും എണീക്കും, നിസ്കരിക്കാനും എണീക്കും. ഓനും ഓൻ്റെ ഉസ്താദും ഒറ്റ ഇരിപ്പിലാണ്ട് ഓതി കൊടുക്കും നാസ് വരെ. ജാമിയ പള്ളി എത്രയോ ആ ഓത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് നാസ് വരെ ഓതി കൊടുക്കും. അതുകൊണ്ട് 60 ഖത്തം തീർക്കുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു. 60 ഖത്തം തീർക്കുന്ന ഖുർആൻ്റെ മാസമാണ്. അതുകൊണ്ട് ചുരുങ്ങിയത് 2 ഖത്തം തീർക്കും, 4 ഖത്തം തീർക്കും, 1 ഖത്തമെങ്കിലും ഞാൻ തീർക്കും എന്ന് തീരുമാനിക്കണം. തീരുമാനിച്ചില്ലേ നടക്കൂല. എന്നിട്ട് ഒരു ദിവസം 1 ജുസോ 2 ജുസോ 3 ജുസോ എത്രയാണ് തീരുമാനിച്ചത് അത് നമ്മൾ ഫോളോ ചെയ്ത് പോകണം. ആ തീരുമാനത്തിന് വിലയുണ്ട്, മാർക്കുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ. അത് ചെയ്താലോ അതിൻ്റെ അത്രയും പ്രതിഫലമുണ്ട്. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ എനിക്ക് നഷ്ടപ്പെടൂല എന്ന് തീരുമാനിക്കണം. സോഷ്യൽ മീഡിയ ഞാൻ നിയന്ത്രിച്ചിരിക്കും, എൻ്റെ സ്ക്രീൻ ടൈം നിയന്ത്രിച്ചിരിക്കും. സ്ക്രീൻ ടൈം കൂടുന്നുണ്ടെങ്കിൽ അത് ദിക്റ് ചൊല്ലാനും ഖുർആൻ ഓതാനുമായിരിക്കണം. എന്ത് തീരുമാനിച്ചൂടെ? ഇതൊക്കെയാണ് സഹോദരന്മാരെ നോമ്പെന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഞാൻ ഇഅ്തികാഫിരിക്കും, അവസാനത്തെ 10 ഞാൻ ഇഅ്തികാഫിരിക്കും. അതേപോലെ എനിക്ക് അങ്ങനെ ഇഅ്തികാഫിരിക്കാൻ പറ്റാത്ത ആളാണ്, അതുകൊണ്ട് എല്ലാ രാത്രിയിലും ഞാൻ ഇഅ്തികാഫിരിക്കും. അല്ലെങ്കിൽ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പള്ളിയിൽ വന്നിരിക്കും. അത് ആണിനും ഇരിക്കുക പെണ്ണിനും ഇരിക്കുക. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു. ഇങ്ങനെ നമ്മൾ തീരുമാനിക്കണം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ. അതേപോലെ തന്നെ 1000-ങ്ങൾ 10,000-ങ്ങൾ അല്ല ലക്ഷങ്ങൾ ഞാൻ ചെലവഴിക്കും. അള്ളാഹ് തന്നിട്ടുണ്ട് നമുക്കൊക്കെ.
അള്ളാഹ് നമുക്ക് നല്ലോണം നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ല? അള്ളാഹിൻ്റെ മാർഗത്തിലാണ് കൊടുക്കണം. അതിനുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീശിയെടുക്കുന്ന കൊടുങ്കാറ്റ് പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചിരുന്നതാണ്. ഇതൊക്കെ എന്തിനാണ് നമ്മോട് പറയണത്? അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുത്താൽ തിരിച്ചു കിട്ടും. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും 2 മലക്കുകൾ, ഓരോ ദിവസവും 2 മലക്കുകൾ. ഒരു മലക്കിൻ്റെ പ്രാർത്ഥന, പടച്ചോനെ ഈ കൊടുക്കണവർക്ക് ധാരാളമായി കൊടുക്ക്. അപ്പോൾ എല്ലാവരും ആമീൻ പറയാണ്. ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന, അത് അള്ളാഹ് സ്വീകരിച്ചു. ഇപ്പോൾ കൊടുക്കണവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം. ഒരു ഗാന്ധിത്തലാണ് കൊടുത്താൽ, ഒരു 500ൻ്റെ ഗാന്ധിത്തല കൊടുത്താൽ 10,000 500 പോക്കറ്റിലെത്തും, അക്കൗണ്ടിലെത്തും. അല്ലെങ്കിൽ നമുക്ക് കിട്ടും. അള്ളാഹ് എങ്ങനെ തരിക നമുക്കറിയില്ല അല്ലേ? സമ്പത്ത് ചെലവഴിക്കുന്നത് കൊണ്ട് ദുരന്തങ്ങളെ, പ്രയാസങ്ങളെ, രോഗങ്ങളെ അത് മാറ്റി നിർത്തുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു രോഗം, ഒരു ട്യൂമർ, ഒരു ക്യാൻസർ, ഒരു കിഡ്നി ഫെയിലാകുന്നത്, മാരകമായ ഒരു അപകടം നമ്മളിൽ നിന്ന് തട്ടിമാറ്റിയാൽ എത്രയാണ് സഹോദരന്മാരെ നമുക്ക് സമ്പത്ത് അള്ളാഹു നമ്മുടെ പോക്കറ്റിലേക്ക് ഇട്ടിരുന്നത്. നമ്മുടെയൊക്കെ ജീവിതം അല്ലേ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു സ്കാനിങ് റിസൾട്ട് മതി. ഒരു സ്കാനിങ് റിസൾട്ടോടുകൂടി നമ്മുടെ ജീവിതം താറുമാറാകാൻ അത് മതിയാവും. ഭാര്യയ്ക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക് അല്ലേ, വലിയ പ്രയാസം, തലവേദന, വള്ളവേദന മാറുന്നില്ല, എന്താ ക്യാൻസറാണെന്ന് ഒറ്റ റിസൾട്ട്. അതിമിൽ ആ നൃത്തത്തിൽ നിന്ന് കഴിഞ്ഞു നമ്മളെ പരിപാടി അല്ലേ. ഇതല്ലേ നമ്മുടെ ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പ്രയാസങ്ങൾ നീക്കാൻ, ബുദ്ധിമുട്ടുകളെ, കഷ്ടപ്പാടുകളെ നീക്കാൻ അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് കൊണ്ടാകും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ പിടിച്ചു വെക്കണോന്, പിശുക്കന് നീ നാശം കൊടുക്ക് റബ്ബേ. ആരാ പ്രാർത്ഥിക്കുന്നത്? മലക്കാണ്. ആരാ ആമീൻ പറയുന്നത്? മറ്റുള്ള മലക്കുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓരോ പിരിവുകാരനും നമുക്കുള്ള സാധ്യതകളാണ്, നമുക്ക് സ്വർഗത്തിലേക്കുള്ള പദവികളാണ്. പിരിവുകാരനെ കാണുമ്പോൾ മുങ്ങല്ല. ഓരോ ഭക്തനും പിരിവുകാരുണ്ടാവും ഇല്ലേ? ഓരോ ഭക്തനും നമുക്കുള്ള സാധ്യതകളാണത്. അവരെ കാണുമ്പോൾ ഒരു ഡോറിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഡോറിൽ കൂടിയാണ് പോവുക. ഇല്ല, രക്ഷപ്പെടില്ല വേണ്ടി പിടുത്തം കൊടുക്കണം. കാരണം എന്താ? എൻ്റെ സ്വർഗത്തിലെ പദവി ഉയർത്താൻ വേണ്ടി അള്ളാഹു കൊടുന്ന് നിർത്തിക്കണം, പിടുത്തം കൊടുക്കണം വേണ്ടി. എവിടുത്തെ പിരിവാ? ഏതാ പിരിവ്? എവിടുത്താണ്? എന്നാൽ എൻ്റെ ചെയ്ത് കൂടെ 500 രൂപ. എന്തേ സഹോദരന്മാരെ, എത്രയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് തിരിച്ചു തരുമെന്ന് പറഞ്ഞത്? അള്ളാഹു തരും. കൊടുത്തോലാരും ഇല്ലാത്തോലായിട്ടില്ല. അള്ളാഹ് പറഞ്ഞു, അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കാത്ത മനുഷ്യന്മാർ പടച്ചോനെ സക്കറാത്തിൽ മൗത്തിൻ്റെ സമയത്ത് അവർ വിലപിക്കും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്സദ്ദക. ഞാൻ കൊടുത്തോളാം റബ്ബേ, ഞാൻ നിസ്കരിച്ചോളാം റബ്ബേ എന്നല്ല പറഞ്ഞത്, ഞാൻ നോൻപ് നോറ്റോളാം റബ്ബേ എന്നല്ല പറഞ്ഞ്, ഞാൻ കൊടുത്തോളാം റബ്ബേ, എനിക്ക് സമയം കൊണ്ടാണ്. പക്ഷെ അള്ളാഹ്ക്ക് അപ്പം സമയം ഉണ്ടാവില്ല കൊടുക്കാൻ. കുറേ സമയം അള്ളാഹ് കൊടുത്തു, അപ്പോഴും നോൻ കൊടുത്തില്ല. ഇപ്പോൾ ചോദിക്കണേ ഞാൻ കൊടുത്തോളാം കുറച്ച് സമയം കൊണ്ടാ. അപ്പോൾ അള്ളാഹ് പറഞ്ഞ സമയമില്ല എന്ന്. പണ്ഡിതന്മാർ പറഞ്ഞ്, എന്തേ ഓൻ അങ്ങനെ കൊടുത്തോളാം, സമ്പത്തിൻ്റെ കാര്യം മാത്രം എടുത്ത് പറഞ്ഞു. ഓൻ നിസ്കാരവും ശ്രദ്ധിക്കാത്തവനാണ്, ഹറാമുകൾ ചെയ്തവനാണ്, നോമ്പ് കൃത്യമായി നോക്കാത്തവനാണ്. ഓൻ പറഞ്ഞില്ല നിസ്കരിച്ചോളാം, നോമ്പ് പോറ്റോളാം, ഹറാം ഒഴിവാക്കിക്കോളാം എന്നൊന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? പഠിച്ചോനെ ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുത്തോളാം കുറച്ച് സമയം കൊണ്ടാ. കോടാനുകോടി മനുഷ്യന്മാർ വിലപിച്ച വിലാപാണിത്. എത്ര കോടാനുകോടി. എന്നിട്ട് ഇത് ഈ കോലത്തിൽ പറഞ്ഞിട്ട് ഞാനും നിങ്ങളും നാളെ മരിക്കുന്ന സമയത്ത്, സക്കറാത്തിൻ്റെ സമയത്ത് വിലപിക്കുന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ വലിയ പോയത്തക്കാരാരാ? അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളുടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. നിങ്ങളെ വാപ്പാർ ഇഷ്ടം പോലെ സമ്പത്തിക്കൊക്കെ തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ സ്വർണ്ണം പണ്ടുണ്ട്. ഇപ്പോൾ എത്ര സ്വർണ്ണത്തിൻ്റെ വില? കൊടുത്തോളി റമദാനിൽ ഇഷ്ടം പോലെ കൊടുക്കണ്ടേ. ജാമീൻ്റെ പിരിവേരായിരിക്കണേ, ദഅ്വാ സംരംഭങ്ങൾക്ക്, മദ്രസകൾക്ക്, പള്ളികൾക്ക്. ഇതേ നമുക്ക് ഉണ്ടാവുള്ളൂ. ആണുങ്ങൾ നമ്മളൊക്കെ കാഴ്ചയിൽ ഒരുപാട് കൊടുക്കുന്ന ആണുങ്ങളാണ്. നിങ്ങളെ കൊടുക്കൽ എന്താണെന്നറിയോ? നിങ്ങളാകെ ചിലവഴിക്കണേ, നിങ്ങൾ റമദാനിൽ ആരെയും വരുമ്പോൾ ഒരു 10 രൂപ, ഒരു 5 രൂപ, ഒരു 10 രൂപ, ഒരു 50 രൂപ, അതിൽ തീരെയാണ്. പലപ്പോഴും പെണ്ണുങ്ങളുടെ ഇഷ്ടം പോലെ സമ്പത്ത്, വാപ്പാർ അനന്തര സ്വത്തായിട്ട് ഇഷ്ടം പോലെ സമ്പത്ത് കിട്ടിയിട്ട് എല്ലാം പിന്നെ എടുത്തു വച്ചിട്ട് പാത്തു വെച്ചിട്ട് മരിക്കണ സമയത്ത് വിലപിക്കുന്ന അവസ്ഥ എൻ്റെ പൊന്നു സഹോദരിമാരെ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് നമ്മുടെ ഖബർക്ക് ഉണ്ടാകണം. ഓരോ മനുഷ്യന്മാരും നാളെ ഖിയാമത്ത് നാളിൽ തങ്ങളുടെ സ്വതക്കയുടെ തണലിലായിരിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വേണ്ട സ്വതക്കയുടെ തണല്? അതിനുള്ളതാണ് പരിശുദ്ധ റമദാൻ. അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇബാദത്തുകൾ കൊണ്ട് സമ്പുഷ്ടമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാളെ വിലപിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് സന്തോഷത്തോടു കൂടി ചിരിച്ചു കൊണ്ടുപോകണം. ഒരു കവി പറഞ്ഞല്ലോ, വലുദത്തുക ഉമ്മക യബ്ന ആദമ ബാക്കിയാ. ആദമിൻ്റെ മകനെ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചു വരുന്ന സമയത്ത് നീ ഇങ്ങനെ കരയുകയാണ്. ഉമ്മാൻ്റെ വയറ്റിൽ വരുന്ന സമയത്ത് നീ കരയുന്നു. വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. നിന്റെ ചുറ്റുമുള്ള ആളുകൾ, നിന്റെ പിതാവാകട്ടെ, അതേപോലെ തന്നെ നിന്റെ കുടുംബക്കാരാകട്ടെ, അവർ ചിരിക്കുകയാണ്. പുതിയൊരു കൺമണി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുണ്ട്, പുതിയ മെമ്പർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞവർ ചിരിക്കുന്നു. ആ സമയത്ത് അവർ ചിരിക്കുന്നു, നീ കരയുന്നു. പക്ഷേ ഇനി ഒരു ദിവസമുണ്ട്.
അതേ, അവർ കരയുന്നൊരു ദിവസമുണ്ട്, നിന്റെ മരണത്തിൻ്റെ ദിവസമാണത്. അവരെല്ലാവരും, ഭാര്യ കരയുന്നു, ഭർത്താവ് കരയുന്നു, മാതാപിതാക്കൾ കരയുന്നു, ഉറ്റവരും ഉടവരും കരയുന്ന സമയത്ത് ഫി യൗമി മൗതിക ളാഹികം മസ്റൂറാ, അവർ കരയുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോകൂ എൻ്റെ സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ നിനക്ക് പറ്റണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, വരുന്ന സമയത്ത് നീ കരഞ്ഞു, അവർ ചിരിച്ചു. പോകുന്ന സമയത്ത് അവർ കരയുന്നു, അവർ കരയും. നീ ചിരിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണമെന്ന് കവി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റമദാൻ നമുക്കതിനുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. നോമ്പിൻ്റെ വിധി വിലക്കുകൾ പഠിക്കണം. എങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തം വാങ്ങാൻ സാധിക്കുമോ അങ്ങനെ പൊരുത്തം വാങ്ങി സ്വർഗത്തിലേക്ക് ഓരോ രാത്രിയും നരകത്തുന്ന ആളുകളെ, ആത്മാക്കളെ പിടിച്ചിടുന്നു എന്ന് പറയുന്നു. അതിൽ നമുക്ക് പെടാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് വിജയം വരിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.